Welcome to another video of Creative Smile Dental Clinic and Implant Center. ഞങ്ങളിവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് സ്റ്റെറിലൈസേഷൻ പ്രോട്ടോക്കോൾ നമ്മുടെ ക്ലിനിക്കിൽ ചെയ്യുന്നത് എന്നാണ്. പല ടൈപ്പ് ഓഫ് സ്റ്റെറിലൈസേഷൻ പ്രോട്ടോക്കോളാണ് ഉള്ളത്. N ക്ലാസ് ഉണ്ട്, B ക്ലാസ് ഓട്ടോക്ലേവ് യൂസ് ചെയ്യാം, ഈവൻ കുക്കർ ടൈപ്പ് ഓട്ടോക്ലേവ് വരെ റീസെൻ്റ്ലി യൂസ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. പക്ഷേ ഇവിടെ യൂസ് ചെയ്യുന്നത് ഏറ്റവും ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള B ക്ലാസ് ഓട്ടോക്ലേവ് ആണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ യൂസ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം നമ്മൾ കളക്ട് ചെയ്യും. അതിനുശേഷം ഒരു വാട്ടർ സോക്ക് ചെയ്തിട്ട് ഒരു ലിക്വിഡ് സോപ്പ് യൂസ് ചെയ്തിട്ട് നല്ലോണം ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ക്ലീൻ ചെയ്യും. ഇൻസ്ട്രുമെൻറ്റ്സ് ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇത് നല്ലോണം ഡ്രൈ ചെയ്തിട്ട് വേണം നമ്മൾ ഓട്ടോക്ലേവിനകത്ത് പ്ലേസ് ചെയ്യാൻ. ഓട്ടോക്ലേവ് ചെയ്യുന്നതിന് മുമ്പേ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം നമ്മൾ പൗച്ച് ചെയ്യും. പൗച്ചസ് എല്ലാം നമ്മുടെ ഓട്ടോക്ലേവ് ട്രെയിനകത്താണ് പ്ലേസ് ചെയ്യുന്നത്. ഓരോന്നായിട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ പ്ലേസ് ചെയ്യും. അതിനുശേഷം ഈ പൗച്ചസ് എല്ലാം കൂടെയാണ് ഓട്ടോക്ലേവിനകത്തോട്ട് വെക്കുന്നത്. ഇതേ സമയം നമ്മുടെ വാട്ടർ ഡിസ്റ്റിലർ അവിടെ ഓൺ ആയിരിക്കും. വാട്ടർ ഡിസ്റ്റിലർ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പ്യൂറസ്റ്റ് ഫോം ഓഫ് വാട്ടർ യൂസ് ചെയ്തിട്ടാണ് ഈ ഓട്ടോക്ലേവ് വർക്ക് ചെയ്യുന്നത്. വാട്ടർ ഡിസ്റ്റിലറിനുള്ള വെള്ളം നമ്മളെടുത്ത് ഏകദേശം ഒരു 1.5 ലിറ്റർ വെള്ളം യൂസ് ചെയ്തിട്ടാണ് ഓട്ടോക്ലേവ് വർക്ക് ചെയ്യുക. ഇതിന് ശേഷം മാത്രമാണ് നമ്മൾ ഓട്ടോക്ലേവ് മെഷീൻ ഓൺ ചെയ്യുന്നത്. ഏകദേശം ഒരു 121 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 134 ഡിഗ്രി സെൽഷ്യസിലാണ് ഈ ഓട്ടോക്ലേവ് വർക്ക് ചെയ്യുക. ഏകദേശം ഒരു 1 അവറോട് എടുക്കും നമ്മുടെ ടൈം. അങ്ങനെ ഓട്ടോക്ലേവ് ഓൺ ചെയ്തു. ഒരു 1 അവർ കഴിയുമ്പം നമുക്ക് സ്റ്റെറിലൈസ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് കിട്ടും. അതിനുശേഷം ഗ്ലൗസ് നമ്മൾ സേഫ്ലി ഡിസ്പോസ് ചെയ്യുക. അപ്പോൾ നിങ്ങളിപ്പം കണ്ടല്ലോ ഞങ്ങളുടെ സ്റ്റെറിലൈസേഷൻ പ്രോട്ടോക്കോൾ. ഞങ്ങളിവിടെ B ക്ലാസ് ഓട്ടോക്ലേവ് യൂസ് ചെയ്യാനുള്ള കാരണം പല ട്രാൻസ്മിസിബിൾ ഡിസീസായ എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് B അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലാത്ത ഓട്ടോക്ലേവ്സ് അല്ലെങ്കിൽ പ്രഷർ കുക്കർ യൂസ് ചെയ്താൽ കംപ്ലീറ്റ്ലി ഈ പോറസ് ബാക്ടീരിയ കിൽ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങളൊരു ക്ലിനിക്കിൽ പോകുമ്പോൾ സ്റ്റെറിലൈസേഷൻ പ്രോട്ടോക്കോൾ നിങ്ങൾ നോക്കുക എങ്ങനെയാണെന്ന്. പക്ഷേ ഇങ്ങനത്തെ പ്രോട്ടോക്കോൾ യൂസ് ചെയ്യാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ റേറ്റ് കുറച്ച് അവർക്ക് ചെയ്തു തരാൻ പറ്റുമായിരിക്കും. പക്ഷേ മേക്ക് ഷുവർ യു ഗെറ്റ് ദ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് യു മെയിൻറ്റെയിൻ യുവർ ഹെൽത്ത് പ്രോപ്പർലി. താങ്ക് യു.